ഗീവർഗീസ് കൂർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഇടത് കേന്ദ്രങ്ങളിൽ തന്നെ പ്രതിഷേധമുയരുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തെറ്റായി പോയെന്നും വിമർശനം ഉന്നയിക്കുന്നവരെ ശത്രുക്കളായി കാണരുതെന്നും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ആവശ്യമുയരുന്നു. സമൂഹമാധ്യമങ്ങളിൽ ഇടത് നിലപാട് സ്വീകരിക്കാറുള്ളവർ തന്നെ ഇത് പരസ്യമായി ഉന്നയിക്കുകയാണ്. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബു ഗ്രിഗോറിയസ് കൂർലോസ് പങ്കെടുത്ത വേദിയിൽ തന്നെ ഈ നിലപാട് പരസ്യമാക്കി. പ്രതിപക്ഷവും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതികരണങ്ങളിലേക്ക് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ എല്ലാ വിഷയത്തിനും 0 കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആ 0 എഴുതിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് അച്ഛനമ്മമാരുടെ മുന്നിൽ പോകാൻ എത്രമാത്രം ജാള്യതയുണ്ടാകും നമുക്കൊന്ന് ഊഹിക്കാം. മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ, എന്നിട്ട് അതിന്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിന് അപാര തൊലിക്കെട്ടി വേണം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ടച്ചങ്കൻ, കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കോൾമേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ. അദ്ദേഹം ഇപ്പോൾ മലയാള നിഘണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നികൃഷ്ടജീവി, പരനാറി, അതുപോലെ ഇപ്പോൾ വിവരദോഷി. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം.